യുദ്ധഭൂമിയിൽ ആർക്കും തോൽപ്പിക്കാനാകാത്ത യോദ്ധാവ്. അയാളെ നേരിടാനിറങ്ങിയാൽ പിന്നീട് ഒരു തിരിച്ചുവരവില്ല. ഒരൊറ്റ നോട്ടം കൊണ്ടുപോലും എതിരാളിയുടെ ആത്മവിശ്വാസത്തിന്റെ ആണിക്കല്ലിളക്കുന്ന പോരാളി. എതിരെ നിൽക്കുന്നവനെ ചുവടുകൾ കൊണ്ട് നൃത്തം ചെയ്ത് കുന്തത്തിൽ കോർത്തെടുത്തിരുന്ന വൺമാൻ ആർമി. ഗ്രീക്ക് ഇതിഹാസങ്ങളിൽ അക്കില്ലസ് ദൈവതുല്യനാണ്. കരുത്തും സൗന്ദര്യവും സാമർത്ഥ്യവും സമാസമം ചേർത്ത് സൃഷ്ടിച്ച ഹീറോ. അജയ്യനായ അക്കില്ലസ് വീണുപോയത് ഒരൊറ്റ തവണയാണ്. ചടുലമായ ആ ചുവട് നിലച്ച ഒരൊറ്റ നിമിഷത്തിൽ. ഒരിക്കലും വീഴില്ലെന്ന് കരുതുന്നവർ വീണുപോകുന്ന രീതി ചിലപ്പോഴൊക്കെ നമ്മളെ അത്ഭുതപ്പെടുത്തും. വിരാട് കോഹ്ലി വീണുപോകുന്നതും അതുപോലെയാണ്, അക്കില്ലസിനെ പോലെ. ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ കഴിവും കരുത്തുമായിരുന്ന ഒന്ന് പിന്നീട് അയാളുടെ ഏറ്റവും വലിയ ദൗർബല്യമാവുകയാണെങ്കിൽ എന്താകും? പിഴയ്ക്കാത്ത ചുവടുകളുമായി എതിരാളികളെ വീഴ്ത്തിയിരുന്ന അക്കില്ലസിന്റെ ചുവട് പിഴച്ചതുപോലെ ടെസ്റ്റ് ക്രിക്കറ്റിൽ കോഹ്ലിയുടെ ചുവടും പിഴയ്ക്കുകയാണ്. സ്ട്രോങ് സ്കോറിംഗ് സോണായ ഓഫ് സൈഡിലേക്ക് കളിക്കാനുള്ള ശ്രമങ്ങളെല്ലാം പരാജയപ്പെടുന്നു. ഔട്ട്സൈഡ് ഓഫ് സ്റ്റമ്പിലേക്ക് വരുന്ന പന്തുകൾക്ക് ബാറ്റ് വെച്ച് കൊടുത്ത് അയാൾ ഡഗ് ഔട്ടിലേക്ക് തലകുനിച്ചു നടക്കുന്നു. പഴയൊരു മത്സരത്തിന്റെ ഹൈലൈറ്റ്സ് കാണുന്ന പോലെ വീണ്ടും വീണ്ടും ഏറെക്കുറെ ഒരേ ലൈനിലും ലെങ്തിലും വരുന്ന പന്തുകൾ കോഹ്ലിയുടെ വിക്കറ്റ് ബോൾ ആകുന്നു. ആ കാഴ്ച ആവർത്തിക്കുന്നു. ബോർഡർ ഗവാസ്കർ സീരീസിൽ ഓസീസിനെതിരെ കളിച്ച 9 ഇന്നിംഗ്സുകളിൽ 8ലും കോഹ്ലി പുറത്താകുന്നത് ഔട്ട്സൈഡ് ഓഫ് സ്റ്റമ്പിലേക്ക് വന്ന പന്തുകളിലാണ്. കവർ ഡ്രൈവും സ്ക്വയർ കട്ടും ഡ്രൈവും ലോഫ്റ്റഡ് ഷോട്ടുകളുമായി കളം നിറഞ്ഞു കളിച്ചിരുന്ന സോൺ തന്നെ കോഹ്ലിയുടെ വാരിക്കുഴിയാകുന്ന കാഴ്ച. സ്റ്റമ്പിലേക്ക് എറിയാതെ ബൗളർമാർ ഫിഫ്ത് സ്റ്റമ്പിലേക്ക് പന്തെറിയുമ്പോൾ കീപ്പർക്കോ സ്ലിപ്പിനോ ക്യാച്ച് നൽകി അയാൾ മടങ്ങും. ഈ ഓസ്ട്രേലിയൻ സീരീസിൽ 5 ടെസ്റ്റുകളിൽ നിന്നായി 23.75 റൺസ് ആവറേജിൽ 190 റൺസ് മാത്രമാണ് കോഹ്ലിയുടെ സമ്പാദ്യം. പെർത്തിലെ 2ാം ഇന്നിംഗ്സിലെ സെഞ്ചുറി ഒഴികെ കാര്യമായ കോൺട്രിബ്യൂഷൻ ഒന്നും തന്നെയില്ല. പോയ വർഷത്തെ പ്രകടനം നോക്കിയാൽ 19 ഇന്നിംഗ്സുകളിൽ നിന്ന് 24.52 റൺസ് ആവറേജിൽ 417 റൺസ്. ടെസ്റ്റ് ക്രിക്കറ്റിലെ കോഹ്ലി യുഗം അവസാനിച്ചുവെന്ന് സോഷ്യൽ മീഡിയ വിധി എഴുതുകയാണ്. കോഹ്ലിക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് നോക്കാം. ഓഫ് സൈഡ് ട്രാപ്പിൽ കോഹ്ലി തുടർച്ചയായി വീണുപോകുമ്പോൾ 2004 ബോർഡർ ഗവാസ്കർ സീരീസിൽ സച്ചിൻ സിഡ്നിയിൽ കളിച്ച ഇന്നിംഗ്സിനെ കുറിച്ചാണ് ചർച്ചകൾ ഉണ്ടാകുന്നത്. പരമ്പരയിലെ മറ്റ് മത്സരങ്ങളിലെല്ലാം ഓഫ് സൈഡ് ട്രാപ്പിലാണ് സച്ചിൻ വീണുപോകുന്നത്. ബ്രെഡ്ലിയും ഗില്ലപ്സിയും അതേ കെണി വീണ്ടും പരീക്ഷിച്ചുകൊണ്ടേയിരുന്നു. പക്ഷെ വീണുകൊടുക്കാൻ സച്ചിൻ തയ്യാറല്ലായിരുന്നു. ഏറ്റവും പ്രിയപ്പെട്ട ഷോട്ടായ കവർ ഡ്രൈവിനെയും ക്രിക്കറ്റിന് ദൈവം മറന്നു കളഞ്ഞു. 10 മണിക്കൂറിലേറെ നേരം ക്രീസിൽ നിന്നു. ക്ഷമ പരീക്ഷിക്കാൻ ഫിഫ്ത് സ്റ്റമ്പിൽ പന്തെറിഞ്ഞുകൊണ്ടിരുന്നവരുടെ പ്രലോഭനങ്ങളിൽ വീണുപോയില്ല. ആ ഇന്നിംഗ്സ് അവസാനിക്കുമ്പോൾ 436 പന്തുകളിൽ നിന്ന് 241 റൺസ് എടുത്ത് പുറത്താകെ നിന്നു സച്ചിൻ. ഒരു ക്രിക്കറ്ററുടെ മനക്കരുത്തിന്റെ കൂടി പരീക്ഷണമായിരുന്നു ആ മത്സരം. എന്നാൽ കോഹ്ലി ഇപ്പോൾ കടന്നു പോകുന്ന ഈ ഫേസിനെ സച്ചിന്റെ സിഡ്നി ക്ലാസിക്സ് പോലൊരു ഇന്നിംഗ്സ് കൊണ്ട് പൂർണ്ണമായി മറികടക്കാനാകില്ല. കാരണം കവർ ഡ്രൈവോ സ്ക്വയർ കട്ടോ കളിക്കാനുള്ള വ്യഗ്രതയിലായിരുന്നില്ല കോഹ്ലി വീണുപോയത്. ഫിഫ്ത് സ്റ്റമ്പിലേക്ക് വരുന്ന പന്തിനെ ഫ്രണ്ട് ഫുട്ടിൽ കളിക്കാനുള്ള ശ്രമങ്ങളിലായിരുന്നു കൂടുതൽ പുറത്താക്കലുകളും വന്നത്. ബാക്ക് ഫുട്ട് പ്ലേ കുറഞ്ഞതും ഷോട്ടുകളുടെ റേഞ്ചിലെ ലിമിറ്റേഷൻസുമാണ് കോഹ്ലിയുടെ വിക്കറ്റുകളുടെ യഥാർത്ഥ കാരണം. നല്ലൊരു ബാക്ക് ഫുട്ട് ബാറ്റർക്ക് ഡിഫെൻഡ് ചെയ്തോ ലീവ് ചെയ്തോ കളയാമായിരുന്ന പന്തുകളിലാണ് കോഹ്ലി എഡ്ജഡ് ആകുന്നതെന്ന് കാണാം. മെൽബൺ ടെസ്റ്റിൽ ആദ്യ ഇന്നിംഗ്സിൽ കോഹ്ലി ക്ഷമയോടെ ബാറ്റ് ചെയ്യുന്നതും ബാക്ക് ഫുട്ടിലേക്ക് ഇറങ്ങി കളിക്കുന്നതും കണ്ടിരുന്നു. എന്നാൽ യശസ്വിയുടെ റൺഔട്ട് അയാളുടെ പ്ലാൻ മൊത്തത്തിൽ തകിടം മറിച്ചു. വീണ്ടും ആ ട്രാപ്പിൽ വീഴുക തന്നെ ചെയ്തു. പ്രതിഭയുടെ കാര്യത്തിൽ സച്ചിനുമായി കമ്പയർ ചെയ്യപ്പെടേണ്ട കളിക്കാരനെയല്ല കോഹ്ലി. ടെക്നിക്കിന്റെ കാര്യത്തിലോ ശൈലിയുടെ കാര്യത്തിലോ ഷോർട്ട് റേഞ്ചിന്റെ കാര്യത്തിലോ ആ താരതമ്യം അനീതിയാണ്. ആധുനിക ക്രിക്കറ്റിലെ ഇതിഹാസങ്ങളിലൊന്നായി കോഹ്ലി അംഗീകരിക്കപ്പെടുന്നുണ്ടെങ്കിൽ അത് അയാൾ ഈ ഗെയിമിനായി നൽകിയ വെറുപ്പിന്റെയും കഠിനാധ്വാനത്തിന്റെയും റിസൾട്ടാണ്. അയാൾ ക്രിക്കറ്റിൽ നേടിയതെല്ലാം പ്യൂർ എഫേർട്ടിന്റെ ഫലമാണ്. ഒന്നുമല്ലാതിരുന്നവനിൽ നിന്ന് ക്രിക്കറ്റിന്റെ എല്ലാം ആയവനിലേക്ക് നടത്തിയ ആ യാത്ര 100 മോട്ടിവേഷണൽ സ്റ്റോറികൾക്ക് തുല്യമാണ്. നാച്ചുറൽ കളിക്കാരനല്ലാത്തതിനാൽ തന്നെ കോഹ്ലിയുടെ ഇന്നിംഗ്സുകൾ ഹാൻഡ് ആൻഡ് ഐ കോർഡിനേഷന്റെ പുറത്ത് മാത്രം ബിൽഡ് ചെയ്യപ്പെടുന്നവയാണ്. പന്ത് ജഡ്ജ് ചെയ്യുന്നത് മുതൽ ഷോട്ട് സെലക്ഷൻ വരെ മൈൻഡ് ഗെയിം കൂടിയാണ്. ആ മൈൻഡ് ഗെയിമിൽ ആ കോർഡിനേഷനിലാണ് കോഹ്ലി ഇപ്പോൾ വീണു പോകുന്നത്. ഹാൻഡ് ആൻഡ് ഐ കോർഡിനേഷനിൽ കളിച്ചിരുന്ന ഇതിഹാസങ്ങളുടെ എല്ലാം കരിയർ അപ്രതീക്ഷിതമായ ഒരു ഘട്ടത്തിലാണ് അവസാനിച്ചത്. സെവാഗും അംലയും ജയസൂര്യയും എല്ലാം കളി മതിയാക്കിയതല്ല, മതിയാക്കേണ്ടി വന്നവരാണ്. കോഹ്ലി കളി മതിയാക്കണം. ട്രാൻസിഷൻ ഫേസിലുള്ള ഇന്ത്യൻ ടീമിൽ പുതിയ താരങ്ങൾക്ക് സ്ലോട്ട് നൽകാൻ മാറി നിൽക്കണം എന്ന ആവശ്യം ശക്തമാകുന്നു. 36ാം വയസ്സിൽ എക്സ്പോസ്ഡ് ആയ ഈ വീക്ക്നെസ് കറക്റ്റ് ചെയ്യാനാകുമോ എന്നറിയില്ല. പക്ഷേ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനൽ ടിക്കറ്റ് നഷ്ടമായ ഇന്ത്യക്ക് ഇനിയൊരു ടെസ്റ്റ് സീരീസ് കളിക്കേണ്ടത് അടുത്ത ജൂണിൽ മാത്രമാണ്. ഡൊമസ്റ്റിക് ടൂർണമെന്റുകളിൽ കളിച്ച് ആ വീക്ക്നെസ് കറക്റ്റ് ചെയ്യാൻ കോഹ്ലിക്ക് കഴിയുമെങ്കിൽ ഇംഗ്ലണ്ടിനെതിരായ സീരീസിൽ രാജകീയമായി തന്നെ തിരിച്ചു വരാം, ഗാംഗുലിയെ പോലെ. ഇനി അങ്ങനെയൊന്നും സംഭവിച്ചില്ലെങ്കിൽ പോലും നീണ്ട 13 വർഷത്തെ ടെസ്റ്റ് കരിയറിൽ അയാൾ സ്വന്തമാക്കിയ നേട്ടങ്ങൾ മാത്രം മതി ലെജൻഡറി സ്റ്റാറ്റസിൽ ക്രിക്കറ്റിന്റെ ക്ലാസിക് ഫോർമാറ്റിനോട് വിട പറയാൻ. കോഹ്ലിക്ക് ക്രിക്കറ്റിൽ ഇനി എന്തെങ്കിലും പ്രൂവ് ചെയ്യാനുണ്ടെന്ന് തോന്നുന്നില്ല. ക്രിക്കറ്റിന് അയാൾ നൽകിയതൊന്നും പെട്ടെന്ന് ഇല്ലാതാകുന്നതുമല്ല. ഇതിഹാസങ്ങൾ അമരന്മാരല്ല, അവർക്കും ഒരു ദിവസം സാധാരണ മനുഷ്യനാകേണ്ടി വരും. ദൗർബല്യങ്ങൾ വെളിവാകും, അമാനുഷ്യ നഷ്ടമാകും. പക്ഷെ വീഴുമ്പോഴും അവർ തലയുയർത്തി നിൽക്കും. കാരണം കാലിടറിയെന്ന് കരുതി കോഹ്ലി അല്ലാതാകുന്നില്ലല്ലോ.